ല്ലേ 70 മിനിറ്റ് അൽഹംദുലില്ലാഹ്. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എങ്ങനെയാ തൗബ ചെയ്യണ്ടേ? വെറുതെ കിടന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യുന്ന ഒരു സ്വഹാബിയാണ് സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ. നബി തങ്ങൾക്ക് ചിലപ്പോഴൊക്കെ ഖിദ്മത്ത് ചെയ്തു കൊടുക്കാറുണ്ട്. ആ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി നബി തങ്ങൾ പറഞ്ഞു വിട്ടു. ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ വഴിയിലൂടെ നടന്നു പോകുമ്പോ ഒരു വീടിന്റെ പരിസരത്തുകൂടെ ഇങ്ങനെ നടന്നുപോയി. ഒരു വീടിന്റെ പരിസരത്തുകൂടെ നടന്നു പോകുമ്പോ ഒരു സുന്ദരിയായ പെണ്ണ് കുളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഒരു സുന്ദരിയായ പെണ്ണ് തന്റെ വീടിന്റെ പരിസരത്ത് നിന്നുകൊണ്ട് കുളിച്ചുകൊണ്ട് നിൽക്കുകയാ. ആ കുളിക്കുന്ന പെണ്ണിനെ കണ്ടപ്പോ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ അവിടെ നിന്നിട്ട് ആ കാഴ്ച ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, വഴിയിലൂടെ നടന്നു പോകുമ്പോ സാധാരണ കാണുന്ന ഒരു നോട്ടം, പക്ഷെ സഅലബ എന്ത് ചെയ്തു? ആ നോട്ടം ഇങ്ങനെ അങ്ങ് കൂടിപ്പോയി. ആ സുന്ദരിയായ പെണ്ണിങ്ങനെ കുളിക്കുന്നത്, ആ പെണ്ണിന്റെ ശരീരത്തിന്റെ വടിവുകളൊക്കെ ഇങ്ങനെ ആനന്ദിച്ച് കണ്ടുകൊണ്ടിരിക്കുകയാ. കുറെ കഴിഞ്ഞപ്പോഴാണ് സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ അവിടെ നിന്ന് ചിന്തിക്കുന്നത്, പടച്ചോനെ, ഞാൻ ചെയ്തത് പാവമാണല്ലോ അല്ലാ, ഞാൻ ചെയ്തത് വ്യഭിചാരമാണല്ലോ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞാനൊരു പെണ്ണിന്റെ ശരീരം കണ്ട് ആസ്വദിച്ചല്ലോ തമ്പുരാനെ, ഇത് വ്യഭിചാരമാണല്ലോ, ഞാൻ നരകത്തിലാണല്ലോ, ഞാൻ നരകത്തിന്റെ വിറക് കൊള്ളിയാണല്ലോ. അല്ലാഹുവേ, ഈ പെണ്ണിന്റെ ഔറത്ത് കണ്ട കണ്ണുമായി ഞാൻ നബിതങ്ങളുടെ മുമ്പിൽ എങ്ങനാണ് പോകുന്നത്? അല്ലാഹുവിന്റെ റസൂലിന് മനസ്സിലാകുമല്ലോ. സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ കൈകാലുകൾ വിറയ്ക്കുകയാണ്, കണ്ടടങ്ങൾ നിറഞ്ഞു ഒഴുകുകയാണ്. യഥാ പടച്ചവനെ നിലവിളിച്ചുകൊണ്ട് ഓടുകയാണ്. സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന് പഴുത്ത് കിടക്കുന്ന മരലാരുണ്യത്തിലൂടെ, മലഞ്ചെരുവിലൂടെ അതാ പൊട്ടിക്കരഞ്ഞുകൊണ്ട് റബ്ബിനോട് തൗബ ചെയ്തുകൊണ്ട് നടക്കുകയാണ്. പഴുത്ത് കിടക്കുന്ന മണ്ണിൽ ചെന്നിട്ട് ആ മണ്ണുവാരി തന്റെ ശരീരത്തിലിട്ടിട്ട് കരയുന്നു, അല്ലാ, ഞാൻ നരകത്തിലാണല്ലോ അല്ലാ, ഞാൻ വ്യഭിചാരിയാണല്ലോ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചവനെ മരുഭൂമിയിൽ കടന്ന് നിലവിളിക്കുകയാണ്. ദിവസങ്ങൾ കഴിഞ്ഞു, ആഴ്ചകൾ കഴിഞ്ഞു. സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ ഇങ്ങനെ തൗബ ചെയ്ത് നടക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, 40 ദിവസം കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് മുഖറബുൽ അംലാഖു മലക്കു ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് കടന്നു വന്നിട്ട് പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയുടെ സമുദായത്തിലെ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാർ നരകത്തെ ഭയന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് നടക്കുന്നു നബിയേ, അവന്റെ തൗബ അല്ലാഹു സ്വീകരിച്ചെന്ന് പറയണേ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് വന്ന് പറയണമെങ്കിൽ എത്ര കരഞ്ഞിട്ടുണ്ടാകും ചെറുപ്പക്കാരാ, എത്രത്തോളം തൗബ ചെയ്തിട്ടുണ്ടാകും ചെറുപ്പക്കാരാ. പെങ്ങളെ, 40 ദിവസമായി രാവും പകരം കരഞ്ഞു വിളിച്ചുകൊണ്ട് നടക്കുകയാണ്. അല്ലാഹുവിനോട് തൗബ ചെയ്തുകൊണ്ട് നടക്കുകയാണ്. നബിതങ്ങളെ സുബഹിക്ക് പള്ളിയിലേക്ക് കടന്നു വന്നു. നമസ്കാരം കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ പ്രവാചകം ചോദിക്കുന്നു, സ്വഹാബാ, സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എവിടെ? സ്വഹാബാ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഒരുപാട് നാടുകളായി കാണാനില്ല നബിയേ, ഒരുപാട് നാടുകളായി കാണാനില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ഉമർ തങ്ങളെ വിളിക്കുന്നു, സൽമാൻ തങ്ങളെ വിളിക്കുകയാണ്. 2 പേരെ വിളിച്ചിട്ട് നബി തങ്ങളെ പറഞ്ഞു കൊണ്ടുവരാറ്. സഅലബത്ത് ബിൻ അബ്ദുറഹ്മാനിനെ വിളിച്ചു കൊണ്ടുവരാറ്. ഉമർ തങ്ങളും സൽമാൻ അൽ ഫാരിസി തങ്ങളും അവിടെ നിറങ്ങുകയാണ്. പടച്ചവനെ, സുബഹി കഴിഞ്ഞ് തിരക്ക് തുടങ്ങുകയാണ്. എല്ലാ സ്ഥലങ്ങളിലും മലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. സഅലബത്ത് ബിൻ അബ്ദുറഹ്മാനിനെ കാണുന്നില്ല. പടച്ചവനെ, ഉച്ച കഴിഞ്ഞടോ അതാ ഒരു മലഞ്ചെരുവിൽ ഇങ്ങനെ ഇരിക്കുമ്പോ
ആട്ടിടയനായ ഒരു മനുഷ്യനെ കാണുകയാണ്. ആ മനുഷ്യനോട് ചോദിക്കുകയാ, നരകത്തെ ഭയന്നുകൊണ്ട് നടക്കുന്ന സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? കാരണം ആടുകളുമായി ഒരുപാട് സ്ഥലങ്ങളിൽ പോകുന്ന ആളാണല്ലോ. ആ സമയത്ത് ആട്ടിടയനായ മനുഷ്യൻ പറയുകയാണ്, സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ ആണോ എന്നറിയില്ല. ഒരിക്കൽ ആടുമായി ഞാനൊരു മലഞ്ചെരുവിൽ ചെല്ലുമ്പോ ഒരു ചെറുപ്പക്കാരൻ നിലവിളിച്ചുകൊണ്ട് ഇറങ്ങി വരികയാണ്. പഴുത്ത് കിടക്കുന്ന മണ്ണിൽ വന്നിട്ട് മണ്ണ് വാരി ശരീരത്തിലിട്ടിട്ട് മരിച്ചാ മതിയായിരുന്നു റബ്ബേ, ഞാനൊരു പാപിയാണല്ലോ അല്ലാ എന്ന് കരയുന്ന ഒരു ചെറുപ്പക്കാരൻ ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ തിരയുന്ന മനുഷ്യനവനായിരിക്കാ. ആട്ടിടയനായ മനുഷ്യൻ സ്ഥലം പറഞ്ഞു കൊടുക്കുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു രണ്ടുപേരും കൂടെ ആട്ടിടയനായ മനുഷ്യൻ പറഞ്ഞ സ്ഥലത്ത് ചെല്ലുമ്പോ മലയുടെ മുകളിൽ നിന്ന് ഇറങ്ങി വരികയാണ്. മുടിയെല്ലാ ജട പിടിച്ച് എല്ലും തോലുമായി കീറിപ്പറഞ്ഞ വസ്ത്രവുമായി സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ ഇറങ്ങി വരികയാണ്. പഴുത്ത് കിടക്കുന്ന മണ്ണിൽ കിടന്ന് ഉരുളുകയാണ്. ആ മണ്ണ് വാരി തന്റെ ശരീരത്തിലിട്ട് നിലവിളിക്കുന്നു, അല്ലാ നരകത്തിലാണല്ലോ അല്ലാ, തെറ്റ് ചെയ്തു പോയല്ലോ അല്ലാ, മരിച്ചാ മതിയായിരുന്നു റബ്ബേ. സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ കരയുകയാ. ഉമർ തങ്ങൾ വിളിക്കുന്നു, സഅലബാ, അല്ലാഹുവിന്റെ റസൂൽ വിളിക്കുന്നു, സഅലബാ, മുത്തുനബി വിളിക്കുന്നു, സഅലബാ. ഉമർ തങ്ങളെ, ഒരിക്കലും നബി തങ്ങളുടെ മുമ്പിൽ ഞാൻ വരൂല, അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് എന്നെ കൊണ്ടുപോകരുത്. ഞാൻ ചെയ്ത പാപം എന്തെന്ന് നിങ്ങൾക്കറിയാത്തത് കൊണ്ടാ. അല്ലാഹുവേ, ഉമർ തങ്ങൾ വിളിക്കുന്നു, സഅലബാ, നബി തങ്ങൾ വിളിക്കുന്നു, സഅലബാ. അവിടെ നിന്ന് പറയുകയാ, എന്നെ കൊണ്ടുപോകണമെങ്കിൽ എന്റെ കാലിൽ നിങ്ങൾ കയറ് കെട്ടിയിട്ട് പഴുത്ത് കിടക്കുന്ന മലരാരുണ്യത്തിലൂടെ എന്നെ വലിച്ചിഴച്ചു കൊണ്ടുപോക്കോ, ഇല്ലാതെ ഞാൻ വരില്ല ഉമറേ. ഉമർ തങ്ങൾ പറഞ്ഞു, സഅലബാ, നിന്നെ ഞങ്ങൾ കൊണ്ടുപോകും സഅലബാ. അല്ലാഹുവേ, അവസാന സഅലബ പറയുന്നു, ഉമർ തങ്ങളെ, നിസ്കാരം നടക്കുന്ന സമയത്ത് വേണം എന്നെ കൊണ്ടുപോകാർ. അല്ലാഹുവിന്റെ റസൂലും സ്വഹാബത്തും നിസ്കരിക്കുമ്പോ വേണം എന്നെ കൊണ്ടുപോകാർ. അങ്ങനെ സമ്മതിക്കുകയാണ്. ഉമർ തങ്ങളും സൽമാൻ തങ്ങളും സഅലബത്ത് ബിൻ അബ്ദുറഹ്മാനുമായി മസ്ജിദ് നബവിയിലേക്ക് കടന്നു വരികയാണ്. പടച്ചവനെ, നമസ്കാരത്തിന്റെ സമയമാ. എല്ലാവരും ഉതുപെടുത്ത് പള്ളിക്കകത്ത് കയറി. അല്ലാഹുവിന്റെ പ്രവാചകൻ പടന്ന് നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുകയാണ്. അല്ലാഹുവേ, സഅലബ പള്ളിക്കകത്തേക്ക് കേറുമ്പോ അല്ലാഹുവിന്റെ റസൂല് ഓതുന്ന സൂറത്ത് ഏതെന്നറിയുമോ? അൽഹാകുമുത് തകാസുർ ഹത്താ സുറത്തുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. ഈ ആയത്തങ്ങ് കേൾക്കുമ്പോ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. ഈ ആയത്തങ്ങ് കേൾക്കുമ്പോ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ നിലവിളിച്ചുകൊണ്ട് പിടഞ്ഞ് താഴെ വീഴുകയാണ്. മരണത്തിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ച്, ആ ഖബറിന്റെ ജീവിതത്തെക്കുറിച്ച് പറയുന്ന ആയത്ത് കേട്ടപ്പോ അവിടെ നിന്ന് പിടഞ്ഞ് താഴെ വീണടാ ചെറുപ്പക്കാരാ. അവസാനം നമസ്കാരം കഴിഞ്ഞു. അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെ? സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എവിടെ? നബി തങ്ങൾ ചെന്ന് നോക്കുമ്പോ എല്ലും തോലുമായി കിടക്കുന്ന സഅലബയെ കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, സഅലബാ, ഇതെന്ത് കോലമാണ് സഅലബാ, ഇതെന്ത് കോലമാണ് സഅലബാ, നീ എവിടെ പോയിരുന്നു സഅലബാ? നിന്റെ വീട്ടുകാര് നിന്നെ തെരയുന്നു സഅലബാ. അല്ലാഹു നിനക്ക് പുറത്തു തന്നിരിക്കുന്ന
വിളിക്കുന്നു, സഅലബാ നീ നിന്റെ വീട്ടിലേക്ക് പോ സഅലബാ, കരയല്ലേ സഅലബാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സൽമാൻ തങ്ങളോട് പറയുന്നു, കൊണ്ടുപോയി വീട്ടിൽ വിടാർ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, 8 ദിവസമായടാ പോരേ. 8ാമത്തെ ദിവസമായപ്പോ സദാ മുത്തുനബിയുടെ മുമ്പിലേക്ക് സൽമാൻ തങ്ങൾ ഓടി വരുന്നു. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഉറങ്ങാറില്ല നബിയേ, ഭക്ഷണം കഴിക്കാറില്ല നബിയേ, രാവും പകലും കരച്ചലാട് നബിയേ. 8 ദിവസമായിട്ട് വീടിനകത്ത് കിടന്ന് നിലവിളിയാട്, സങ്കടമാട്, നരകത്തിലാണെന്ന് പറഞ്ഞ് കരയുന്നു നബിയേ. സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ സക്കറാത്തിന്റെ അവസ്ഥയിലാണ് നബിയേ. നബി തങ്ങളോട് ചെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാനിന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. റബ്ബേ, കരഞ്ഞു 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 മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുന്ന സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കണ്ടപ്പോ നബി തങ്ങൾക്ക് വല്ലാത്ത സങ്കടമായി, മുത്തുനബിക്ക് വല്ലാത്ത സങ്കടമായി. മുത്തുനബി അടുത്തു പോയിരിക്കുകയാണ്. സഅലബത്ത് ബിൻ അബ്ദുറഹ്മാനിന്റെ ചാരത്ത് നിന്നിരിക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടത്തെ തല പൊക്കുകയാ. സഅലബത്ത് ബിൻ അബ്ദുറഹ്മാനിന്റെ തല ഇങ്ങനെ പൊക്കുകയാണ്. നബി തങ്ങളുടെ മടിയിലേക്ക് എടുത്തു വെച്ചു. അല്ലാഹുവിന്റെ റസൂലിന്റെ മടിയിലേക്ക് ആ തല എടുത്തു വെച്ചപ്പോ അല്ലാഹുവേ, തല വലിച്ച് താഴെയിടുകയാണ്. സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ നബി തങ്ങളുടെ മടിയിൽ നിന്ന് തടയങ്ങ് താഴേക്കിടുകയാണ്. മുത്തുനബി ചോദിക്കുന്നു, സഅലബാ, ഇഷ്ടമായില്ലേ സഅലബാ? എന്റെ മടിയിൽ തല വെച്ചപ്പോ നീ എന്തേ താഴേക്ക് വലിച്ചിടുന്നത്? നിനക്കിഷ്ടമായില്ലേ? ഏതൊരു മനുഷ്യനും കൊതിക്കുമല്ലോ, ഏതൊരു മനുഷ്യനും കൊതിക്കുമല്ലോ എന്റെ മടിയിലൊന്ന് തല വെക്കാർ, എന്റെ മടിയിലൊന്ന് കിടക്കാർ, എന്റെ മടിയിൽ കിടന്നൊന്ന് മരിക്കാർ. ഏതൊരു മനുഷ്യനും കൊതിക്കുമല്ലോ സഅലബാ. എന്തിനാണ് നീ തല വലിക്കുന്നത്? ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ? സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ പറയുന്നു, യാ റസൂലല്ലാഹ്, മുത്തുനബിയേ, ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല നബിയേ, ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല നബിയേ, അതൊരു വല്ലാത്ത ഭാഗ്യമാണ് നബിയേ. പക്ഷേ എനിക്കതിനുള്ള അർഹതയില്ല നബിയേ. അങ്ങയുടെ മടിയിൽ കിടന്ന് മരിക്കാർ, അങ്ങയുടെ മടിയിലൊന്ന് തലവക്കാർ, ഈ പാപിയാ എനിക്കതിനുള്ള ഭാഗ്യമില്ല നബിയേ. ഞാൻ തറയിൽ കിടക്കട്ടെ, അല്ലാഹു തറയിൽ കിടക്കുന്ന എന്നോട് കരുണ കാണിച്ചാലോ? സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരെ കരഞ്ഞുകൊണ്ട് പറയുമ്പോ ഉള്ളാളം മക്കാമിന്റേക്ക് ഓടി വന്ന ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട മക്കളെ, വാപ്പാടെ പ്രായം 55ഉം 60ഉം വയസ്സായില്ലേടാ ചെറുപ്പക്കാരാ. 65 വയസ്സുള്ള വാപ്പ ഇന്ന് വരെ ബീഡി വലിച്ചിട്ടില്ലടാ മോനെ. ഒരു ലഹരി വസ്തുവും നിന്റെ വാപ്പ ഉപയോഗിച്ചിട്ടില്ല. പടച്ചവനെ, പാപമാണെന്ന് പറഞ്ഞ് നിന്റെ വാപ്പ ഒരു ബീഡി പോലും വലിക്കാറില്ല ചെറുപ്പക്കാരാ. എന്നാൽ എന്റെ യുവത്വേ, ആ ഉപ്പാടെ മോനായ നീ കഞ്ചാവ് വലിക്കാറില്ലേ? കള്ളു കുടിക്കാറില്ലേ? എന്തെല്ലാം തോന്നിവാസം കാണിച്ചിട്ടുണ്ടടാ മക്കളെ. ഫർദയും ഹിജാബും ധരിച്ച മക്കാമിന്റെ മുമ്പിലേക്ക് ഒഴുകി വന്ന പെങ്ങള്, 40ഉം 50ഉം വയസ്സുള്ള നിന്റെ ഉമ്മാടെ ശരീരത്തില് നിന്റെ വാപ്പയല്ലാതെ വേറെ ഒരാളും ഇന്ന് വരെ തൊട്ടിട്ടില്ല. ഉമ്മ അനുവദിച്ചിട്ടില്ല. ഉമ്മ അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ചവളാ. എന്നാ 20ഉം 25ഉം വയസ്സുള്ള പെങ്ങള്, കോളേജിൽ പഠിക്കാൻ പോകുന്ന മക്കള്, പറയാ ധൈര്യമുണ്ടോ മോളെ?
കാമുകന്റെ കൂടെ പോയി റൂമെടുത്ത് സർബതം കഴിഞ്ഞിട്ട് ഫർദയും ധരിച്ച് വീട്ടിലേക്ക് കയറി വന്ന് സലാം പറഞ്ഞ് ഉമ്മാനെ കെട്ടിപ്പിടിച്ച് പറ്റിച്ചിട്ട് വീടിന്റെ റൂമിനകത്ത് കയറി വാതിലടച്ചിട്ട് കാമുകനോട് ഇന്നത്തതെല്ലാം അടിപൊളിയായിരുന്നടാ എന്ന് പറഞ്ഞ് സന്തോഷിക്കുന്ന യുവത്വമേ, മനക്കുത്തുണ്ടോ? മനസ്സിലൊരു വേദനയുണ്ടോ? വൻപാപം ചെയ്തിട്ട് പോലും ഒരു പേടിയില്ലല്ലോ. എന്നാ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരെ കള്ളു കുടിച്ചില്ല, വ്യഭിചരിച്ചില്ല, ശിർക്ക് ചെയ്തില്ല. മോനെ റോഡിലൂടെ നടന്നു പോകുമ്പോ വീട്ടിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെണ്ണിന്റെ ശരീരം കണ്ടട്ടാ ഇതുപോലെ കരഞ്ഞ് കരഞ്ഞ് തൗബ ചെയ്തിട്ട് മരിച്ചു പോയതെങ്കിലോ അല്ലാഹുവേ, ആ ചെറുപ്പക്കാരൻ പോകുന്ന സ്വർഗമാ മക്കളെ നമ്മളും ചോദിക്കുന്നത്. ആ സ്വർഗമാണ് നമ്മളും കൊതിക്കുന്നത്. എന്ത് യോഗ്യതയുണ്ടെന്ന് ചിന്തിക്കടോ, എന്തർഹതയുണ്ടെന്ന് ചിന്തിക്കടോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, എപ്പോഴും അവസരം കിട്ടണമെന്നില്ല, എപ്പോഴും അവസരം കിട്ടണമെന്നില്ല. അല്ലാഹു ഒരവസരം തരികയാ, റബ്ബൊരു ചാൻസ് തരികയാ. ഏതൊരുത്തിനെയും അല്ലാഹു ഒരു ചാൻസ് കൊടുക്കുമല്ലോ. എന്റെ ചെറുപ്പക്കാരോട് പറയുകയാണ്, മക്കളെ രക്ഷപ്പെട്ടത് നിന്റെ ബുദ്ധിയല്ലടാ, നിന്റെ കഴിവ് കൊണ്ട് രക്ഷപ്പെട്ടതല്ല, അല്ലാഹു നിന്നോട് കരുണ കാണിച്ചതാ. പെങ്ങളെ, പല നാൾ കള്ളി ഒരു നാൾ പിടിക്കപ്പെടും പെണ്ണേ. ഉമർ തങ്ങൾ പറഞ്ഞതെന്തെന്നറിയുമോ? 3 പ്രാവശ്യം കഴിഞ്ഞ 3 പ്രാവശ്യം നീ രക്ഷപ്പെട്ട പിന്നെ പേടിക്കണേ മക്കള്, പിന്നെ പേടിക്കണേ മക്കള്. എപ്പോ വേണമെങ്കിലും നീ പിടിക്കപ്പെടാ ചെറുപ്പക്കാരാ. അതുകൊണ്ട് തെറ്റ് ചെയ്തവരോട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, നീ പേടിക്കണ്ട. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. എത്ര വലിയ പാപം ചെയ്തവരാണോ, കള്ളു കുടിച്ചവനാണോ, വ്യഭിചരിച്ചവരാണോ, പലിശ തിന്നവനാണോ, എന്ത് തോന്നിവാസം കാണിച്ചവരാണോ. മക്കളെ, അവസരമുണ്ടടാ ചെറുപ്പക്കാരാ. അല്ലാഹു നിനക്കൊരവസരം തരുന്നുണ്ട് മോനെ, നീ സങ്കടപ്പെടണ്ടടാ. ഇനി ഒരിക്കലും ചെയ്യില്ല എന്ന തീരുമാനത്തോട് അല്ലാഹുവിന്റെ മുന്നിലേക്ക് നിനക്കൊന്ന് ഏറ്റുപറയാൻ കഴിഞ്ഞാൽ, പെങ്ങളെ അവസരമുണ്ട് പൊന്നുമോളെ. അല്ലാഹു നിനക്കൊരവസരം തരികയാണ്. ഈ മക്കാമിൽ കിടക്കുന്ന മഹാനവറുകളെ സന്തോഷിക്കുന്ന രാത്രിയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആയിരക്കണക്കിന് പേര് എവിടെയൊക്കെയോ നിന്ന് ഈ മക്കാമിലേക്ക് ഒഴുകി വന്നിരിക്കുന്ന ഒരു മജ്‌ലിസാണ്. 40 പേരുടെ ദുആയ്ക്ക് ഇജാബത്തുണ്ടെന്നാണ്. ഒരു ദുആ ചെയ്യുന്ന മനസ് മജ്‌ലിസിൽ 40 പേരുണ്ടെങ്കിൽ ആ മജ്‌ലിസിലെ ദുആയ്ക്ക് ഉത്തരമുണ്ടെന്നാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, 40 അല്ലടോ, 400 അല്ലടോ, ആയിരങ്ങൾ നീ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. എല്ലാവരും വന്നത് ഈ മക്കാമിൽ കിടക്കുന്ന ഉപ്പയോടുള്ള സ്നേഹം കൊണ്ടാ, അവിടത്തോടുള്ള മഹബത്ത് കൊണ്ടാ. അല്ലാഹുവേ, ഇന്നൊരുപാട് ഔലിയാക്കന്മാർ നീ മണ്ണിലുണ്ടോ. ഈ സന്തോഷത്തിന്റെ വേളയിൽ നാലാഭാഗങ്ങളിൽ നിന്ന് ഔലിയാക്കന്മാർ ഇവിടെ എത്തിയിരിക്കുന്ന മജ്‌ലിസാണ്. സയ്യിദന്മാരുണ്ടല്ലോ, ആലിമീങ്ങളുണ്ടല്ലോ, ഹാഫിളീങ്ങളുണ്ടല്ലോ, ഹജ്ജ് ചെയ്തവരുണ്ടല്ലോ, ഉംറ ചെയ്തവരുണ്ടല്ലോ, മുതഅല്ലിമീങ്ങളുണ്ടല്ലോ, ഗർഭിണികളുണ്ടല്ലോ, പ്രായമുള്ളവരുണ്ടല്ലോ, രോഗികളുണ്ടല്ലോ, യാത്രക്കാരുണ്ടല്ലോ, 40 പേരിൽ കൂടുതലുണ്ടല്ലോ. ഇൽമു പറയുന്ന മജ്‌ലിസാണല്ലോ, ദുനിയാവിലെ സ്വർഗമാണല്ലോ, അല്ലാഹുവിന്റെ വലിയന്റെ മഖാമിന്റെ മുമ്പിലാണല്ലോ. മക്കളെ, ഇതുപോലെ ഒരു ചാൻസിന് ജീവിതത്തിൽ കിട്ടണമെന്നില്ല. കിട്ടിയ ചാൻസ് ഉപയോഗപ്പെടുത്തണേ. അതുകൊണ്ട് അല്ലാഹുവോട് പറയേണ്ടത് മുഴുവനും പറഞ്ഞു, കരയേണ്ടവര് മുഴുവനും കരഞ്ഞു, തൗബ ചെയ്യേണ്ടവര് തൗബ ചെയ്തു. ഇന്നിവിടുന്ന് നന്നാകാതെ ഇറങ്ങല്ലേ. ഒരാള് പോലും പടച്ച റബ്ബിന്റെ മുമ്പിൽ തൗബ ചെയ്യാതെ മടങ്ങരുത്. ഇല്ലടാ സിറാജേ, എത്ര പറഞ്ഞാലും നന്നാകില്ല, എത്ര പറഞ്ഞാലും നന്നാകില്ല. ധിക്കാരിയെ പോലെ പോകാനാണ് നിന്റെ തീരുമാനമെങ്കില്, അല്ലാഹുവേ
നിന്റെ മരണം എങ്ങനെയാകുമെന്നറിയോ? നിന്റെ അവസാനത്തെ വാക്ക് എങ്ങനെയാകുമെന്നറിയുമോ? അഹങ്കാരത്തോടെ ധിക്കാരത്തോടെ നന്നാകാൻ മനസ്സില്ലാതെ അള്ളാഹു തന്ന അവസരം തട്ടിക്കളഞ്ഞിട്ട് പോകാനാണ് നിന്റെ തീരുമാനമെങ്കിൽ നിന്റെ അടുക്കൽ എല്ലാവരും വരുമല്ലോ. മരിക്കാൻ കിടക്കുന്ന സമയത്ത് നിന്റെ ചാരത്ത് വന്നിട്ട് ഷഹാദത്ത് കലിമ പറഞ്ഞു തരുമല്ലോ. നിന്റെ അവസാനത്തെ വാക്ക് അല്ല തന്നെ പറയുകയാ, വഇൻ ശഹിദൂ അലാ അൻഫുസിഹിം അന്നഹും കാനൂ കാഫിരീൻ. ഷഹാദത്ത് കലിമ പറഞ്ഞു തരുന്നവരോട് നീ പറയുകയാണ്, ഞാൻ മരിക്കുന്നത് ഈമാനില്ലാതെയാ, ഞാൻ മരിക്കുന്നത് ഈമാനില്ലാതെയാ എന്ന് പറഞ്ഞിട്ട് മരിക്കുമെന്ന് ഖുർആൻ പറയുമ്പോ അല്ലാഹു തന്ന അവസരം മുതലാക്കിക്കോ. പൊറുക്കന്റെ പാപം സയ്യിദീ വെറുക്കാതെ പൊറുക്കുന്നവനാരുണ്ട് നീയല്ലാതെ. ഇഹലോക ആർഭാടങ്ങളെന്നെ വലച്ചതാ, നഫ്സെന്നെ ഉന്തി തള്ളിവിട്ടു ചാദിച്ചതാ. അല്ലാതെ ധിക്കരിച്ചല്ല റബ്ബേ നിന്നെ, അതുകൊണ്ട് ആട്ടരുതിലാഹേ എന്നെ. എണ്ണി എണ്ണി പറയണേ മക്കള്, അല്ലാഹനെ പോലെ പൊറുക്കുന്ന ഒരാളും ഈ ദുനിയാവിലില്ല, അല്ലാഹനെ പോലെ കരുണയുള്ള ഒരാളും ഈ ലോകത്തില്ല. അതുകൊണ്ട് നിന്റെ റബ്ബ് കരുണയുള്ളവനാണ്. 100 കൊല ചെയ്തവന് പുറത്തു കൊടുത്തവനാ നമ്മുടെ റബ്ബ്. ജീവനോടെ പെൺമക്കളെ കുടിച്ചു മൂടിയവർക്ക് പുറത്തു കൊടുത്തവനാ നമ്മുടെ റബ്ബ്. അല്ലാഹുവേ, മരിച്ച് കബറടക്കിയ പെണ്ണിന്റെ മയ്യത്തിന് കബറിനകത്തിട്ട് വ്യഭിചരിച്ചവന് പുറത്തു കൊടുത്തവനാ നമ്മുടെ റബ്ബ്. എന്തിനാ മക്കളെ പേടിക്കുന്നത്? എന്തിനാ ചെറുപ്പക്കാരാ നിരാശപ്പെടുന്നത്? എന്തിനാ മോനെ? അതുകൊണ്ട് പറഞ്ഞു അല്ലാഹുവിന്റെ മുമ്പില് പാപങ്ങൾ ഓരോ നിന്നി നീ കരയേണ്ടതാ. വിജനസ്ഥലം മദീനറ്റവും പറ്റുന്നതാ. നീ ചെയ്ത തെറ്റിൻ്റെ ആഴമോർത്തിട്ടുണ്ടടാ നടി നിറയട്ട മണ്ണാൽ നിന്റെ മുഴുവന് തലമുടി. ഇത് കണ്ടു നിന്നോടലിവ് റബ്ബിന് തോന്നണം. പടിവാതിലൊഴിയാ എവിടെയും നീ കരയടേ. പറയേണ്ടത് എണ്ണി എണ്ണി പറഞ്ഞോ. വ്യഭിചരിച്ചല്ല, വഞ്ചിച്ചല്ല, മോഷ്ടിച്ചല്ല, കള്ളുകുടിച്ചല്ല, തെറ്റുപറ്റി റബ്ബേ എണ്ണി എണ്ണി പറഞ്ഞ് പടച്ചവനോട് തൗബ ചെയ്ത് മടങ്ങിക്കോ. അല്ലാഹുവേ, ഈ മജ്‌ലിസ് സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളുടെ തൗബ സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളുടെ പാപം പൊറുക്കണേ അല്ലാ, ഞങ്ങളെ കൈവിടല്ലേ അല്ലാ. നന്നാകാനുള്ള കൊതി കൊണ്ട് ചോദിക്കുകയാ, ഒരവസരം തരണേ അല്ലാ, ഒരവസരം തരണേ അല്ലാ. അല്ലാഹു നമ്മുടെ മജ്‌ലിസ് പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 5 കാര്യം ഖുർആനിന് നമ്മളോട് പറയാനുണ്ട്. അതിലെ ഒരെണ്ണം പറഞ്ഞപ്പോൾ തന്നെ 12 മണി കഴിഞ്ഞു. അതുകൊണ്ട് ഇൻഷാ അല്ലാ 12:30 അരമണിക്കൂർ കൂടുതലായി. അതുകൊണ്ട് ഇൻഷാ അല്ലാ ഞാനിവിടെ നിർത്തുകയാ. ഇനി അടുത്ത ഉറൂസ് എപ്പോഴാ? അപ്പോൾ 5 വർഷം കഴിഞ്ഞിട്ട് അടുത്ത ഉറൂസ്. ആരൊക്കെ ജീവിച്ചിരിക്കുമെന്ന് അറിയില്ല. ഇൻഷാ അല്ലാ ആയുസ് ഉണ്ടെങ്കിൽ അടുത്ത വർഷവും ഉറൂസിനെ വിളിക്കണേ എന്ന അപേക്ഷയോടെ. കാരണം എനിക്കതാ വന്ന് പ്രസംഗിക്കണമെന്നുള്ള വഅദ് പറയാനുള്ള കൊതി കൊണ്ടുവന്നല്ലോടോ. എനിക്ക് എൻ്റെ ഉപ്പയോടുള്ള മഹബത്ത് കൊണ്ടാ. അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ.